ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ ഇന്ന് ഡേ 3 നമ്മളുടെ ആഫ്റ്റർനൂൺ സെഷനാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്കിതിൻ്റെ മുന്നേ ഒരുപാട് കൾച്ചറൽ ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഇനി നമ്മളുടെ ക്വാർട്ടർ ഫൈനൽസിൻ്റെ ലാസ്റ്റ് മത്സരങ്ങളിലേക്കാണ് മുന്നോട്ട് പോകുന്നുണ്ടാവുക. അപ്പോൾ എല്ലാ പ്ലെയേഴ്സും ലൈനപ്പൊക്കെ കഴിഞ്ഞ് വാമപ്പ് ചെയ്ത് ഇരിക്കുകയാണ് അവിടെ. നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ സിൽവൈൽസ് എന്ന് പറയുന്നത് വെറും സ്പോർട്സും അക്കാഡമിക്സും അല്ല, നമ്മളിവിടെ കലയ്ക്കും അത്ര അധികം പ്രാധാന്യം നൽകുന്നുണ്ട്. നമ്മളെ കൂടെ ഉള്ളത് നമ്മൾ ആതിര മിസ്സാണ്. മിസ് ഇവിടുത്തെ മ്യൂസിക് ടീച്ചർ ആൻഡ് കൗൺസിലർ കൂടിയാണ്. അപ്പോൾ മിസ്സിൻ്റെ ഒരു 4 വരി പാട്ടും ഒരു 2 വാക്കും നമുക്ക് കേൾക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു. അപ്പം ഇതിന് സിറ്റുവേഷന് മാച്ച് ആയിട്ടുള്ള ഒരു പാട്ട് പാടാം. നെഞ്ചിലേ നെഞ്ചിലേ ഓരോ ഇന്ത്യൻ ഏറ്റുപാടും കാറ്റിൻ താളം എൻ്റെ നെഞ്ചിലേ, അതായിരിക്കും പറ്റേ തോന്നുന്നു. ഓക്കെ, അപ്പം എനിക്കെന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ എക്സാമൊക്കെ ആയതിൻ്റെ ഒരു ചെറിയൊരു കുറച്ച് കുട്ടികളുടെ ഒരു കുറവുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അതൊഴിച്ചാൽ ഇന്നൊക്കെ ഞങ്ങൾ അടിച്ചു പൊളിച്ച് കുറേ കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ ആക്കി പാട്ടൊക്കെ പാടി അടിച്ചു പൊളിച്ച് പിള്ളേരൊക്കെ നല്ല ഇൻവോൾവ് ആയിട്ട് ചെയ്തു. അപ്പോൾ അതിലൊരു ഹാപ്പിനെസ് ഉണ്ട്. പിന്നെ കളിയിലും ഇപ്പോൾ പറഞ്ഞാൽ ഭയങ്കര ഹരം കയറിയതുകൊണ്ട് അത് വേറൊരു എൻ്റർടൈൻമെൻറ്റ് തന്നെ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. കുമാരേട്ടന് ഇവിടെ ഓൾ ഇൻ ഓൾ ആണ് നമ്മളുടെ. അപ്പോൾ കുമാരേട്ടനോട് ചോദിക്കാം, ഇവിടെ ഈ ഒരു പരിപാടി നടത്തുമ്പോഴുള്ള ചാലഞ്ചസ് ഒക്കെ എന്തൊക്കെയാണ്? എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ടോ? ഇല്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ പോകുന്നുണ്ട്. ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, പക്ഷേ അതിനൊക്കെ തരണം ചെയ്തുകൊണ്ട് എല്ലാവരും നല്ല കോപ്പറേറ്റ് ആയിട്ട് നല്ല സഹകരിച്ചിട്ട് ഈ ഇതിനെ വൻ വിജയത്തിലെത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇത് എത്രാമത്തെ ബാസ്കറ്റ്ബോൾ ടൂർണമെൻ്റ് കാണുന്നത്? അപ്പോൾ ഞാൻ ഇപ്പം 14 കൊല്ലമായി കാണുന്നു. ഓക്കെ, 2 വർഷം ഒഴിച്ച് ബാക്കി എല്ലാ വർഷവും കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ വർഷവും കൂടുമ്പം മാറുമ്പോൾ എന്താ ഒരു മാറ്റം വരുന്നത്? പുതിയ പുതിയ ചേഞ്ചസ് ആണ്, പഴയ പോലെയല്ല. ഇപ്പം ന്യൂ ജനറേഷൻ കളിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ ടെക്നോളജിയിലേക്ക് ഈ കളികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ പഴയതും പുതിയതും കാണാനുള്ളൊരു ഭാഗ്യം ലഭിച്ചു. എത്ര വേണം പറയാം. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇവിടെയുള്ള സിൽവൈൽസിൻ്റെ ബാക്ക് ബോൺ ആയിട്ടുള്ള നമ്മളുടെ ഫാക്കൽറ്റീസ് ആണ്. അപ്പോൾ നമുക്ക് എല്ലാവരും ഓരോരുത്തരായി പരിചയപ്പെടാം. ധനലക്ഷ്മി, മാലിനി, റീന, ശ്രുതി. അപ്പോൾ ഇവരെല്ലാവരും നമ്മളെ ടീച്ചേഴ്സാണ്. അപ്പോൾ ഇവർക്ക് എന്തൊക്കെയാണ് ഈ ബാസ്കറ്റ്ബോളിനോടുള്ള ഓർമ്മകൾ എന്ന് ചോദിക്കാം. അപ്പോൾ ഇത്രയും വർഷമായിട്ട് നമ്മളിവിടെ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഏറ്റവും നല്ലൊരു ഓർമ്മ എന്താ ബാസ്കറ്റ്ബോൾ റിലേറ്റഡ് ആയിട്ട്? ഇത് 16th ബാസ്കറ്റ്ബോൾ ടൂർണമെൻ്റ് ആണ്. അന്നൊക്കെ വളരെ കുറച്ച് ടീമുകളൊക്കെ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ ഇത് വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് വളരെ ഭംഗിയായിട്ട് ഇപ്പം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അന്ന് തൊട്ടേ നമ്മൾ ടീച്ചേഴ്സ് ഇത് ഫുള്ളി ഇൻവോൾവ് ആണ്. This year really we are proud to say because it's all India level. So we have got so many teams from different parts of India. So everything is going on very superbly. So we are very proud of our Silver Hills. ഇതിവിടെ 50ാം വർഷമാണ്, ഗോൾഡൻ ജൂബിലിയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള ഈ വർഷത്തെ ബാസ്കറ്റ്ബോൾ വളരെ ഇൻ്റർ സ്കൂൾ ബാസ്കറ്റ്ബോളാണ്. അപ്പോൾ ഒരുപാട് പുതിയ പുതിയ ടീമുകൾ ഈ വർഷം വന്നിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ ന്യൂ ജോയിനിയാണ്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ബാസ്കറ്റ്ബോൾ ഇങ്ങനെ ഓർഗനൈസേഷനെ കാണുന്നത്. ആൻഡ് റിയലി പ്രൗഡ് ദാറ്റ് ഓൾ ദ ടീച്ചേഴ്സ് ആർ സ്റ്റേയിങ് യുണൈറ്റഡ് ടു മേക്ക് ദിസ് ഇവൻറ്റ് സക്സസ്ഫുൾ, ആസ് വെൽ ആസ് ദ പാരൻസ് ഓൾസോ ആൻഡ് വോളണ്ടിയേഴ്സ് ഓൾസോ. നമ്മുടെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്ന വോളണ്ടിയേഴ്സാണ്. അവരുടെ കൂടി സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഇത് ഇത്രയും നന്നായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ട്വിന്നിങ് ആയിട്ട് എൻ്റെ കൂടെ ഉള്ളത് സയാനാണ്. സയാൻ നമ്മളിവിടുത്തെ ഒരു ഡാൻസറാണ് അല്ലേ? അപ്പോൾ എന്തായിരുന്നു സയാൻ ഡാൻസിനെ കുറിച്ചുള്ള? ഇപ്പോൾ പറയുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഞാനിപ്പോൾ ബാസ്കറ്റ്ബോളിൻ്റെ സൂംബയിലാണ് ഇപ്പോൾ കാറ്റഗറൈസ് ചെയ്തത്. നമ്മളിപ്പോൾ ഡാൻസൊക്കെ പ്രിപ്പയർ ചെയ്തോ? എത്ര ദിവസം പ്രാക്ടീസ് ചെയ്തു? നമ്മൾ ക്ലാസ്സിൻ്റെ അടുക്ക് ഒരുപാട് തവണ ക്ലാസ് കട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരുപാട് പീരീഡും പോയിട്ടുണ്ട്. പക്ഷേ സ്റ്റേ ബാക്ക് ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് എല്ലാം നോട്ട് ചെയ്യാൻ പറ്റി. പഠിക്കാനൊക്കെ പറ്റി, ഡാൻസും പറ്റി, പഠിക്കാനും പറ്റി അല്ലേ? ഇപ്പോൾ എക്സൈറ്റഡ് ഫോർ ഡാൻസ്? ഓഫ് കോഴ്സ്. ഇപ്പം ഒരു ബാങ്കർ പെർഫോമൻസ് ആയിട്ട് കാണാൻ സായാനെ സ്റ്റേജിൽ. അപ്പോൾ നമ്മളെ കൂടെയുള്ള ബിജിൻ സാറാണ്. ബിജിൻ സാർ നമ്മളെ ബയോളജി ടീച്ചറാണ്. സിൽവർ ഹിൽസ് ട്രോഫി എപ്പോഴും ഒരു അനുഭവം തന്നെയാണ്. കാരണം ഞാനിവിടെ ജോയിൻ ചെയ്യുന്നത് ഒരു ബാസ്കറ്റ്ബോൾ ടൂർണമെൻ്റ് ഇടയിലാണ്. അപ്പോൾ ആദ്യം ഞാനിവിടെ വരുന്നത് തന്നെ ബാസ്കറ്റ്ബോളിൻ്റെ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ എപ്പോഴും ഓരോ വർഷവും സിൽവർ ഹിൽസ് ട്രോഫി വരുമ്പോൾ എനിക്ക് ആ ഒരു നൊസ്റ്റാൾജി എപ്പോഴും വരാറുണ്ട്. അപ്പോൾ എപ്പോഴും നല്ല അനുഭവങ്ങളാണ്, അടിപൊളിയാണ്. ഓരോ ദിവസം കൂടുമ്പോൾ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യുക അല്ലാതെ അതിൻ്റെ ഒരു ഇത് മാറ്റി കൂടുകയാണുള്ളത്. ഓക്കെ, നമുക്ക് കൂടുതലായിട്ട് സിൽവർ ഹിൽസിൻ്റെ ടൂർണമെൻറ്റിനെ കുറിച്ചുള്ള വിശേഷം കേൾക്കാം. നമ്മളെ കൂടെ ആരൊക്കെയുള്ളതെന്ന്. സാറിൻ്റെ പേര്? ജോൺസൺ. അനുപമ. ഓക്കെ, അനുപമ മിസ് ജോൺസൺ സാറാണ് നമ്മളെ കൂടെ ഉള്ളത്. സോ ഈ ഒരു ടൂർണമെൻറ്റിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസിനെ കുറിച്ച് ചോദിക്കാം.
ഞാൻ കോഴിക്കോട് ജില്ലാ ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ സെക്രട്ടറിയാണ്. അതോടൊപ്പം തന്നെ കേരള ബാസ്കറ്റ്ബോൾ ടെക്നിക്കൽ കമ്മിറ്റി കൺവീനറുമാണ്. ഞാൻ 16 വർഷമായിട്ട് ഞാൻ ഈ ടൂർണമെൻറ്റ് നടത്താൻ ഇവിടെ ഇതിൻ്റെ ഭാഗമാണ്. തുടങ്ങിയ കാലത്ത് ഇതൊരു ഔട്ട്ഡോർ ടൂർണമെൻറ്റായിട്ടാണ്, ഓൾ കേരള ഔട്ട്ഡോർ ടൂർണമെൻറ്റായിട്ട് തുടങ്ങിയത്. ഇപ്പോൾ വളരെ പ്രശസ്തമായ ഓൾ ഇന്ത്യ ടൂർണമെൻറ്റായിട്ട് മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കോർട്ട് ഇൻഡോർ ചെയ്തു. അതൊക്കെ വളരെ അഭിമാനിക്കാത്തൊരു നേട്ടമാണ്. അതുമാത്രമല്ല, മലബാറിലെ ഏറ്റവും വലിയൊരു ടൂർണമെൻറ്റായിട്ടാണ് ഇത് കാണുന്നത്. കാരണം എല്ലാ ടീമും ഇവിടെ വന്ന് കളിക്കാൻ വളരെ അധികം താല്പര്യം കാണിക്കുന്നു. കാരണം ഇവിടുത്തെ ആ ഒരു എന്താ പറയുക, അതിന് ആംബിയൻസ് അത്രയും മനോഹരമാണ്. നമ്മുടെ ആതിഥ്യ മര്യാദ കോഴിക്കോടിൻ്റെ, അതാണ് എല്ലാവരെയും ഇവിടെ വരാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ഈ ഒരു ഓൾ ഇന്ത്യ ടൂർണമെൻറ്റ് അടുത്ത വർഷം ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് മാറട്ടെ എന്ന് ഞാൻ വളരെയധികം ആത്മാർത്ഥത്തോടെ ആഗ്രഹിക്കുകയാണ്. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ നമ്മളുടെ കൂടെയുള്ള ജോർജ് അച്ഛനാണ്. സിൽവ ഹിൽസിൽ ഈ ഒരു ടൂർണമെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് തന്നെ അച്ഛനാണ്. അപ്പോൾ നമുക്ക് അച്ഛനോട് ഇത് തുടങ്ങാനുണ്ടായ ഒരു കഥയോ അല്ലെങ്കിൽ ഒരു കാരണത്തിനെ കുറിച്ച് ചോദിക്കാം. 2006 ഈ ടൂർണമെൻറ്റ് ആരംഭിക്കുന്നത്. കാരണം അന്ന് അവിടെ ഈ സ്കൂളിലെ സ്പോർട്സ് ഗെയിംസ് ഇല്ല. അപ്പം ഈ കലോത്സവങ്ങളോടൊപ്പം സ്പോർട്സും ഗെയിംസും കൂടി വരുമ്പോഴാണ് ക്യാമ്പസ് വൈബ്രൻ്റ് ആകുക, കുട്ടികൾ വളരെ സ്മാർട്ടാകുക. ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ബാസ്ക്കറ്റ് ബോൾ ആരംഭിച്ചത്. അന്ന് ഞാൻ ആരംഭിക്കുന്ന ആദ്യത്തെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു, എല്ലാ വർഷവും ഈ സ്കൂളിൽ നിന്നും സ്റ്റേറ്റിലേക്കും പിന്നീട് നാഷണലിലേക്കും കുട്ടികൾ വരണം. എനിക്ക് തോന്നുന്നത് അത് വളരെ അന്വർത്ഥമായിരിക്കുകയാണ്. കാരണം hundreds of people are there. Students have participated in the national and state level competitions and they did well. അത് വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ്. ഇത് തുടങ്ങിയ സമയത്ത് ഫാദറിന് എന്തെങ്കിലും ചാലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? തുടങ്ങിയ സമയത്ത് ഇതൊരു ഇൻഡോർ സ്റ്റേഡിയം അല്ലായിരുന്നു. സാധാരണ നേരം മഴ പെയ്യും, അപ്പോൾ പേരൻസ് എല്ലാവരും ഉണ്ടാവും, അത് എല്ലാവരും തുടച്ച് ക്ലീനാക്കും. വോളണ്ടിയേഴ്സ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതെല്ലാം ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടു കൂടി എല്ലാവരും എടുത്തു. അതുകൊണ്ട് വളരെ ഒരു ജോയ്ഫുൾ ഒരു ഒക്കേഷനായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു സെലിബ്രേഷൻ്റെ ഒരു അവസരമായിരുന്നത്. സോ സിൽവ ഹിൽസിൽ സ്പോർട്സിൻ്റെ ഒരു ഇനീഷ്യൽ ആ ഒരു സ്റ്റാർട്ടിങ് എങ്ങനെയാണ്? ഈ 2005 ഞാൻ പ്രിൻസിപ്പളായിട്ട് വന്നു. അപ്പോൾ ജോസാർ ഇവിടെയുണ്ട്. ഞങ്ങൾ പറഞ്ഞു, ഇത്രയും നല്ലൊരു ഗ്രൗണ്ടും സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, കുട്ടികൾക്ക് നല്ല കഴിവുള്ളവരാണല്ലോ, അതുകൊണ്ട് അവർക്ക് സ്പോർട്സിന് ഒരു ട്രെയിനിങ് നമുക്ക് ആവശ്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ നമ്മൾ ട്രെയിനിങ് തുടങ്ങി. 6:30 ആകുമ്പോൾ ഏതാണ്ട് ഒരു 50-ഓളം കുട്ടികളെ ഇവിടെ വന്നു, പരിശീലനം ആരംഭിച്ചു. അങ്ങനെ പരിശീലനത്തിൻ്റെ ഫലമായിട്ട് നമ്മൾ ആദ്യത്തെ വർഷം തന്നെ ഇവിടെ നമ്മുടെ സബ് ഡിസ്ട്രിക്റ്റിലെ ചാമ്പ്യന്മാരായി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അമച്വർ അത്ലറ്റ് മീറ്റ്സിലെ പലരും 1ാം സ്ഥാനത്ത് എത്തി. അത് തന്നെ വലിയൊരു ഒരു വിജയമായിരുന്നു സിൽവർ ഹിൽസിനെ സംബന്ധിച്ചിടത്തോളം. സിൽവർ ഹിൽസ് സ്പോർട്സോ ബാസ്ക്കറ്റ് ബോളോ എന്ന് മനുഷ്യനെ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് മുമ്പിലാണ് നല്ല ഒരു രീതിയിൽ അത് നടത്തുവാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ നോഹ നിർമ്മൽ ടോം ഇവിടെ 5ാം ക്ലാസ് വന്ന് ചേർന്നു. 5ാം ക്ലാസ് മുതൽ നഗ്നപാതനായിട്ട് ഓടി. അത് സാധാരണ ഒരു കുട്ടിയെ പോലെ നഗ്നപാതനായിട്ടാണ് ഓടിയത്. അന്ന് സ്പോർട്സിന് നമുക്ക് ഷൂസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഓടി ഉന്നത വിജയത്തിലെത്തിയ അഭിമാനകരമായ നേട്ടം വഹിച്ച ഒരു വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ മറ്റു ഒരുപാട് കുട്ടികളെ ഈ സ്പോർട്സിലൂടെ വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ സിൽവർ ഹിൽസിനെ സംബന്ധിച്ചിടത്തോളം പഠനത്തോടൊപ്പം കായികവും കലയും എല്ലാം ഒന്നിച്ചു പോകുന്ന ഏറ്റവും വലിയ ഒരു വിദ്യാലയമാണ് എന്ന് പറയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇതിൻ്റെ ഭാഗമാകുവാനായിട്ട് സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് ഈ 16 വർഷവും ഈ ബാസ്ക്കറ്റ് ബോൾ മാമാങ്കം ഈ കേരളത്തിലെ നമ്മുടെ പ്രത്യേകിച്ചും കോഴിക്കോടിലെ ജനങ്ങൾക്ക് ഈ സിൽവർ ഹിൽസ് നൽകുവാൻ സാധിച്ചു എന്നുള്ളത് സിൽവർ ഹിൽസിന് ഈ പ്രത്യേകിച്ചും ബാസ്ക്കറ്റ് ബോൾ രംഗത്ത് സിൽവർ ഹിൽസിൻ്റെ ഏറ്റവും വലിയ ഒരു കോൺട്രിബ്യൂഷനായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. കാരണം മലബാറിലെ ടൂർണമെൻറ്റ് ഇല്ലാതിരുന്ന സമയത്താണ് ഈ ഒരു ടൂർണമെൻറ്റ് ആരംഭിച്ചത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു മെറിറ്റായിട്ട് ഞാൻ കാണുന്നത്. അപ്പം ഇതിൽ വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്ന എല്ലാവരെയും നന്ദിയോടുകൂടി ഓർമ്മിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു. ഹലോ, അപ്പോൾ നമ്മുടെ 16ാമത് സിൽവർ ട്രോഫി ബാസ്ക്കറ്റ് ബോൾ ടൂർണമെൻറ്റിൻ്റെ സെമി ഫൈനൽ നടക്കുന്ന ഈ ഒരു വേളയിൽ നമ്മോടൊപ്പം കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ നമ്മുടെ ഇതിന് നേതൃത്വം വഹിക്കുന്ന 16 വർഷങ്ങളായിട്ട് ഈ ഒരു സിൽവർ ട്രോഫിക്ക് നേതൃത്വം വഹിക്കുന്ന നമ്മുടെ ജോസാറും അതുപോലെ തന്നെ നമ്മുടെ മുൻ താരങ്ങളും നമ്മോടൊപ്പം ഇന്നുണ്ട്. നമുക്ക് അവർക്ക് എന്താ പറയാനുള്ളതെന്ന് നോക്കാം. എന്താണ് പറയാനുള്ളത്? സാറിൻ്റെ മുൻ താരങ്ങളാണ് സാറിൻ്റെ കൂടെ ഉള്ളത്, എന്താണ് പറയാനുള്ളത്? എനിക്കേറെ സന്തോഷമുണ്ട്. എൻ്റെ മക്കളാണ്. തീർച്ചയായിട്ടും ഞാൻ 2004 ഇവിടെ വന്നു കഴിഞ്ഞ് ഇവിടെ സ്പോർട്സ് ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് നല്ലൊരു സംഭവം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. ബാസ്ക്കറ്റ് ബോൾ എന്ന് പറയുന്ന ബാസ്ക്കറ്റ് ബോളിലെ സ്പോർട്സ് എന്ന് പറയുന്ന ഒന്നുമില്ലായിരുന്നു. അവിടെ നിന്ന് തുടങ്ങി ആ ഒരു വളർച്ചയുടെ ഒപ്പം കൂടെ നിന്നിട്ടുള്ള മക്കളാണ്. പ്രത്യേകിച്ച് ബ്രയാനും ജീവനൊക്കെ നല്ല പ്ലെയേഴ്സായിരുന്നു. ബ്രയാൻ മിനി സ്റ്റേറ്റിലെ നല്ല ബെസ്റ്റ് പ്ലെയറായിരുന്നു.
ഇച്ചിരി കുസൃതിയൊക്കെ ഉണ്ടായിരുന്നാലും പക്ഷേ കളിക്കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു അബ്ബാര ഗെയിമായിരുന്നു. ജീവനും മോശമൊന്നുമല്ല, ഞാൻ ജീവൻ്റെ കാര്യം എടുത്തു പറയാത്ത അങ്ങനെയല്ല. ബ്രയാന് ഒരു എക്സ്ട്രാ ബ്രില്യൻ ഉണ്ടായിരുന്നു ഗെയിമിൽ. അത് ഞങ്ങളൊക്കെ ഒരു നല്ല ലെവലിലോട്ട് എത്തുമെന്ന് പ്രതീക്ഷിച്ചാണ്. പിന്നെ കുറച്ച് കുസൃതിയും കാര്യങ്ങളും അവരുടെ ഭാഗമായിട്ട് ആയതുകൊണ്ടാണ്. പക്ഷേ എന്നാലും മോശമല്ല. ഈ മക്കളെല്ലാം നല്ല സ്നേഹവും ബന്ധങ്ങളും ഒക്കെ സൂക്ഷിക്കും. അതല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്പോർട്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും അതാണ്, ഉള്ളിൽ സ്നേഹവും മനുഷ്യത്വവും അതൊക്കെ ഉണ്ടെങ്കിലല്ലേ ഒരു വ്യക്തി ഉണ്ടാവുള്ളൂ. അപ്പം ഇന്നും എന്നും എവിടെ വെച്ച് കണ്ടാലും ആ സ്നേഹവും ബന്ധവും കാര്യങ്ങളും നമ്മളെയൊക്കെ കാണാൻ അവർ ഓടി വരുന്നത്. സിൽവേൽസ് ന്യൂസിന് വേണ്ടി തത്സമയം ഗായത്രി പ്രദീപ് വിത്ത് ക്യാമറാമാൻ സുബിൻ മാത്യു സൈനിങ് ഓഫ്. ബൈ ബൈ.